ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഹെയ്റ്റ് സിൻ, പാപത്തെ വെറുക്കുക. സങ്കീർത്തനങ്ങൾ 4:4. Psalm chapter 4 verse 4. Stand in awe, sin not, commune with your own heart upon your bed and be still. നടുങ്ങുവിൻ, പാവം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. ആമേൻ. ഞങ്ങളുടെ ഭാരയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. ദൈവാത്മാവേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് ഇങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹെയ്റ്റ് സിൻ, പാവത്തെ വെറുക്കുക. മനുഷ്യനിൽ പാവത്തിനുള്ള ആസക്തി വളരെ വളരെ കൂടുതലാണ്. ആദത്തിന്റെയും ഹവ്വായുടെയും കഥ അത് വളരെ വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പരിശുദ്ധാത്മാവ് ദൈവം വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാമും ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പാപം ചെയ്യുന്നതിലൂടെ നാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു. നമ്മിലെ ദൈവിക സ്വഭാവം നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ മനുഷ്യബന്ധങ്ങളും നഷ്ടമാകുന്നു. എന്നാൽ പാപിയായ നമ്മെ യേശുക്രിസ്തു വീണ്ടെടുത്തു എന്നതിലൂടെ നമുക്ക് തിരുത്തലുകളും പരിവർത്തനങ്ങളും സാധ്യമാകുന്നു. ദൈവം വസിക്കുന്നിടത്ത് മാറ്റങ്ങൾ അനിവാര്യമാണ്. 2 കൊറിന്ത്യർ 5:17 വളരെ വ്യക്തമായി കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 2 Corinthians chapter 5 verse 17. Therefore, if anyone is in Christ, he is a new creation. The old has passed away. Behold, the new has come. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇത് അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളർന്ന ആ പക്വതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. കർത്താവ് എപ്പോഴും നമ്മളെ അവിടുത്തെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് ക്ഷണിക്കുകയാണ്. നമ്മളെ ക്ഷണിച്ചുകൊണ്ട് നമ്മെ സ്വാഗതം ചെയ്യുവാനുള്ള സന്മനസ്സോടെ സൗമ്യനായി നമ്മുടെ മുൻപിൽ യേശു നിൽപ്പുണ്ട്. അവിടുത്തെ വിട്ട് ഓടിപ്പോകുന്ന മനുഷ്യന്റെ പിന്നാലെ ഒരു പിതാവ് പുത്രനോടെന്ന പോലെ നമുക്കരികെ ഉണ്ട്. ആ സന്നിധിയിൽ കലവറ കൂടാതെ നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് മേലിൽ പാപം ചെയ്യില്ല എന്ന തീരുമാനത്തോടെ നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സ്വീകരിക്കും, അനുഗ്രഹിക്കും. സങ്കീർത്തനങ്ങൾ 51:2 ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. Psalm 51 verse 2. Wash me thoroughly from my iniquity and cleanse me from my sin. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ദാവീദിന്റെ ഈ പ്രാർത്ഥനയോടുകൂടി നമുക്കും ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അങ്ങ് പാപികളുടെ രക്ഷകനാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം പാപം ചെയ്യാതിരിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ. ആമേൻ. എന്ന് അവിടുത്തെ ശബ്ദം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബത്തോടെ ഞങ്ങളെ മാനിക്കണം, സ്നേഹിക്കണം. അവിടുന്ന് നൽകുന്ന ഹല്ലേലൂയ സ്വർഗീയ കൃപാവരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ 2ാമത്തെ വരവിന് എടുക്കപ്പെടുവാൻ യോഗ്യരായി വിശുദ്ധിയോടെ അവിടുത്തെ സന്നിധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. പാപ സാഹചര്യങ്ങളെ വേർത്തുപേക്ഷിച്ച് കർത്താവേ, ഹാനോക്ക് അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ. കേരളത്തെ അനുഗ്രഹിക്കണമേ. തമിഴ്നാടിനെ, കർണാടകത്തെയും അനുഗ്രഹിക്കണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനായ കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം. രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തിന്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ എന്ന് പ്രത്യേകമായ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, അനേക ദൈവദാസന്മാർ, പുരോഹിതന്മാർ, സന്യസ്തർ രോഗത്തിന്റെ അവസ്ഥയിലാണല്ലോ. അവരെല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തോടെ വീണ്ടും ആരോഗ്യത്തോടെ നിന്റെ വയലിൽ വേല ചെയ്യുവാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഹല്ലേലൂയ ഓരോ നിമിഷവും മനസ്സുപതിക്ക് രൂപാന്തരം പ്രാപിച്ച് പാപത്തിന്റെ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് വിശുദ്ധ തലമുറകളായി നിൽക്കുവാൻ അവരെ സഹായിക്കണം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം. അവർ കടന്നുപോകുന്ന പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും
അതിജീവിച്ച് മുന്നോട്ട് പടചേർത്തവന്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി മക്കൾ ജീവിക്കുവാൻ അവരെ സഹായിക്കണം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അവിടുന്ന് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളെ തിരുക്കരങ്ങളിൽ തരുന്നു, ഞങ്ങളുടെ തോട്ടങ്ങളെ തിരുക്കരങ്ങളിൽ തരുന്നു, ഞങ്ങളുടെ ബിസിനസ്സുകളെ കരങ്ങളിൽ തരുന്നു. അതിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി പഠിക്കുവാനായി, പഠനത്തിനായി, ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ഉള്ളം കയ്യിൽ അവരെ സൂക്ഷിക്കണമേ. സ്തോത്രം. ദുഷ്ടന്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ വീണു പോകാതെ മക്കളെ കാത്തുകൊള്ളണമേ. സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ, ബലം തരുന്ന കർത്താവാണല്ലോ. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.